നമസ്കാരം. പ്രധാന വാർത്തകൾ. വേനൽ കടുക്കുന്നു, കുടിവെള്ളം മുട്ടുന്നു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. കട്ടപ്പന കല്യാണത്തണ്ടിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയും തുണയ്ക്കുന്നില്ല. ദേവികുളത്ത് ഭീതിയായി മോഴാന. ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ചു. വിദേശ വിനോദസഞ്ചാരികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മോഴാനെത്തുന്നത് ആദ്യമായെന്ന് നാട്ടുകാർ. ആനശല്യത്താൽ പൊറുതിമുട്ടി പാലോട് മുത്തിപ്പാറ കോളനി നിവാസികൾ. പകൽ പോലും പുറത്തിറങ്ങാൻ ഭയം. കുട്ടികളുടെ സ്കൂളും ഉപജീവനമായ തൊഴിലും മുടങ്ങുന്നു. പുലിപ്പേടിയിൽ കാസർകോട് കാനത്തൂർ. തുടർച്ചയായ ദിവസങ്ങളിൽ 4 പുലികളെ കണ്ടെന്ന് നാട്ടുകാർ. RRT സംഘം തിരയുന്നു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടികളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ തിരിച്ചറിഞ്ഞാൽ വൻ തുക പിഴ. ഇതിനകം ഈടാക്കിയത് 10 ലക്ഷത്തോളം രൂപ. വിശദമായി നോക്കാം. വേനലിന്റെ ആരംഭത്തിൽ തന്നെ സംസ്ഥാനത്ത് പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ളക്ഷാമം നേരിടുന്ന കട്ടപ്പന കല്യാണത്തണ്ടിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇത് സാധിക്കുന്നില്ല. ഇതോടെ കുടിവെള്ളം വലിയ വില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. ചൂട് കനത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി മാറുകയാണ്. കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് കല്യാണത്തണ്ട്. ഇവിടെ ആഴ്ചകളായി കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കല്യാണത്തണ്ടിന് പുറമെ സമീപ വാർഡായ മുളകരമേടിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 450 അടി കുഴൽക്കിണറിന് അനുമതി ആയി ഇവിടെ 2 കൗൺസിലർമാർ വന്നിരുന്നു. പക്ഷെ 450 അടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാലത്തും വെള്ളം കിട്ടാൻ പോകുന്നില്ല. കാരണം 1000-1200 അടിയെ താഴ്ചയിലുള്ള കുഴൽക്കിണറുകൾ പലതും സ്മാരകമായിട്ട് ഈ വാർഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇടുക്കി കട്ടപ്പന റോഡ് സൈഡിൽ 450 അടിക്ക് കുഴൽക്കിണറടിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയിട്ടില്ല. പാറപ്പൊടി മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഈ കല്യാണത്തണ്ടിൻ്റെ മണ്ടയിൽ 450 അടി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെയുള്ളവർക്ക് കുടിവെള്ളം ലഭിക്കത്തുമില്ല. അതിനൊരു പരിഹാരം ഉണ്ടാകത്തുമില്ല. ഞങ്ങളിതിന് മന്ത്രിതലം വരെ പരാതികൾ നൽകിയിരുന്നു. മുൻപ് ഏതാണ്ട് 1 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന് ഇതിന് പരാതി നൽകിയിരുന്നു. അത് അദ്ദേഹം പോലും ഇതൊരു പരിഗണനയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. നിലവിൽ നഗരസഭയുടെ കീഴിൽ ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 6 ദിവസം 7 ദിവസം കൂടുമ്പോൾ 100 ലിറ്റർ അല്ലെങ്കിൽ 150 ലിറ്റർ വെള്ളം കിട്ടും. ഞങ്ങൾ 2 പേരും വയ്യാത്തവരാണ്. ഈ പുള്ളിക്കും കാലം വേല, എൻ്റെ 2 മുട്ടിനും വേദനയാണ്. ഞങ്ങൾക്ക് ഒരിടത്തും ഒരു ബക്കറ്റ് വെള്ളം എടുത്തു വരാൻ പറ്റത്തില്ല, നിവൃത്തിയില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്നാമത് പഞ്ചായത്ത് വീട് തന്നിരിക്കുന്നു. അതിന് കക്കൂസും അകത്ത കുളിക്കുകയും വേണം, നനയ്ക്കുകയും വേണം. മെഷീനൊന്നുമില്ല. അതിനകത്ത് കല്ല വെച്ചാൽ തല്ലി കണക്കത്. അതിന് പോലും ഉള്ള വെള്ളമില്ല. എനിക്കാണ് ഒരു പാത്രം വെള്ളത്തിന് പോകാനും വില കൊണ്ടുതരാനും ആരുമില്ല. ഇപ്പോൾ ഒരാഴ്ച കൊണ്ടായിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ, വെള്ളമില്ല. അലക്കാനും കുളിക്കാനും വെള്ളമില്ല. എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. 1ഉം 2ഉമല്ല, പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുന്നത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം ഉറപ്പാക്കാൻ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ച് കാട്ടാന. വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവയാണ് ആന ആക്രമിച്ചത്. ആക്രമണം നടത്തിയ മോഴാനയെ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് മോഴയാനയുടെ പരാക്രമം. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ചവിട്ടിമറിച്ചു. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. റോഡിൽ തന്നെ തുടർന്ന ആനയെ RRT സംഘമെത്തിയാണ് തുരത്തിയത്. യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മറ്റൊരു വാഹനത്തിൽ സംഘം തേക്കടിലേക്ക് യാത്ര തിരിച്ചു. ഇതേ ആന പശുവിനെ ചവിട്ടിക്കൊല്ലുകയും ഓട്ടോറിക്ഷ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആക്രമണം നടത്തിയ മോഴയാനയെ മൂന്നാർ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പ്രധാന പാതയിൽ നിന്ന് മാറിയെങ്കിലും ആന തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആന മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് ചവിട്ടുകയാണ്. സെൻറ്ററിൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. തൊട്ട് ഫ്രണ്ടിലായിപ്പോയി. ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവർക്കും അവരും ചവിട്ടി നടത്തി. ചവിട്ടി എന്നെ ചവിട്ടിയുള്ളൂ.
പകൽ സമയത്ത് പോലും ദേശീയപാതയിലേക്ക് ആന എത്തുന്നത് വൻ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അതേസമയം മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഏതാനും ദിവസങ്ങളായി എത്തുന്ന ഒറ്റക്കൊമ്പന്റെ കാലിലെ പരിക്ക് ഗുരുതരമാണെന്ന വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ചികിത്സ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാർ ഉദുവൽപേട്ട പാതയിൽ വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു. മതപ്പാടിലുള്ള ആനയെ 5-അംഗ സംഘം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. വന്യമൃഗശല്യത്തിൽ ജീവിതം വഴിമുട്ടിയ ഒരു നാട്. പാലോട് ഇടിഞ്ഞാർ 36 കോളനി നിവാസികളാണ് ആനശല്യത്തിൽ പൊറുതിമുട്ടുന്നത്. പകൽ പോലും പുറത്തിറങ്ങാൻ ഭയന്നാണ് ഇവരുടെ ജീവിതം. രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്ന് ആനയെ ഓടിക്കൽ ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പാതിരാത്രിയിൽ മാത്രമല്ല, പട്ടാപ്പകലും ഭീതിയിലാണ് ഇവരുടെ ജീവിതം. തൊഴിലിടങ്ങളിൽ, കൃഷിഭൂമിയിൽ, എന്തിനേറെ വീടിന് മുന്നിൽ പോലും ഏത് നിമിഷവും ആനക്കൂട്ടമെത്താം. അങ്ങനെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ആഴിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുക ചെയ്യണത്. ലൈറ്റ് അടിച്ചാലും പോകില്ല. ഒരു ലൈറ്റ് അടിച്ചാൽ ആന പോകത്തില്ല. പക്ഷെ ഒരു 5-6 ലൈറ്റ് ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറിയുള്ളൂ. വീണ്ടും വന്ന് ഭയങ്കര ശല്യമായിട്ടിരിക്കുന്നത്. ഒരുമിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? ഒരുമിച്ച് ഉണർന്നിരിക്കും. ആരും ഉറക്കമില്ല. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണിവർക്ക്. കുട്ടികൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുന്നത് ആലോചിക്കാൻ പോലും ആകില്ല. സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും സ്കൂളിൽ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാലും പിന്നെ ചില ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് അമ്മമാരും കുട്ടികളെ കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് ഇതിലെ പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പകൽ ഈ റോഡേ കൂടെ തന്നെ പകൽ ആന നടക്കും. നമ്മളെ തന്നെ ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ആന റോഡിൽ ഇറങ്ങി നിൽക്കും. നമുക്ക് വരെ പോകാൻ പറ്റും. അപ്പൊ കുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകും. കാട്ടിനുള്ളിൽ പോയി ജോലിയെടുക്കാൻ കഴിയില്ല. കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയാത്ത അവസ്ഥ. ചക്ക സീസൺ ആയതോടെ ആനശല്യം കൂടി. ഇഷ്ടം പോലെ ആന വന്നു. രാവിലെ 2 കാലും പോക്കി കയറി നിന്നിട്ടാണ് ഉരുക്കി തള്ളി ഇട്ടിട്ട് ലൈറ്റ് അടിച്ചപ്പോഴും കാറിനെ താഴെ വെച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞു നിന്നു. ഓടി വീടിനകത്തേക്ക് കഥ അടച്ച് വീണ്ടും ആന ചക്ക തിന്നാൻ വരുന്നതാണ്. ചക്ക തിന്നാനും പിന്നെ വാഴ എന്തുണ്ടെങ്കിലും അത് തിന്നും. വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ്ങും കിടങ്ങുകളുമുണ്ട്. വീടുകളുള്ള ഭാഗത്ത് അതുമില്ല. പിന്നെ ആന വന്ന് അവരെ വിളിച്ചാൽ അവര് വരിയൊന്നുമില്ല. അവര് കൂപ്പ് സൈഡൊക്കെ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോകും. അല്ലാതെ ജനങ്ങൾ കിടക്കണം അങ്ങോട്ടൊന്നും വരികയോ നോക്കുകയൊന്നും ചെയ്യൂല. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഇവരുടെ ചോദ്യത്തിന് അധികൃതർക്കും മറുപടിയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പുലിപ്പേടിയിൽ കാസർകോട് കാനത്തൂർ ഗ്രാമം. തുടർച്ചയായ ദിവസങ്ങളിൽ 4 പുലികളെ കണ്ടതാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. RRT സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കർണാടക വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാനകളെ പേടിച്ചായിരുന്നു ഇതുവരെ കാനത്തൂരുകാർ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആനയെ മാത്രമല്ല പുലിയെയും പേടിക്കേണ്ട അവസ്ഥയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ പട്ടാപ്പകൽ പുലിയിറങ്ങുന്നത് പതിവാണ്. ഒന്നല്ല, ജനവാസ മേഖലയിൽ ഇറങ്ങിയ 4 പുലികളെയാണ് നാട്ടുകാർ പേടിക്കുന്നത്. തൈരയിലെ പുഷ്പയുടെ വീട് കിണറിന് സമീപത്താണ് അയൽവാസികൾ പുലിയെ കണ്ടത്. ഉടൻ കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. 1 മാസക്കാലമായിട്ട് ഈ പ്രദേശത്ത് പുലിഭീതിയിലാണ് ആളുകളെല്ലാം. നമുക്ക് നേരത്തെ കാട്ടുപോത്തിന്റെ ഒക്കെ വിഷയം ഉണ്ടായിരുന്നുണ്ട്. അതുപോലെ തന്നെ പന്നിയുടെ വലിയ ശല്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുലി ആകസ്മികമായിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടിയിട്ട് ഈ പ്രദേശത്താകെ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. കൊച്ചുമക്കളൊക്കെ രാവിലെ ട്യൂഷനും സ്കൂളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസത്തിലാണ്. എല്ലാവരും വാഹനത്തിൽ ഓട്ടോയിൽ കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായിട്ട് പ്രയാസമില്ലവരെല്ലാം ഓട്ടോയിൽ ആണ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് എത്തിക്കുന്ന നിലവിലുള്ള സാഹചര്യം അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഗ്രാമപ്രദേശമാണെങ്കിലും ഒരുപാട് 150 മീറ്റർ മാറിയിട്ടാണ് സ്കൂള്. 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് EHS കൊളത്തൂർ. അപ്പോൾ അത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. തൊട്ടടുത്ത് കൂടെ മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്. കൊളത്തൂർ, കരയക്കടുക്കം, ചളക്കാട്, വരിക്കുളം, ബാവിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട്. വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രമായ കുളത്തൂർ മടന്തക്കോട് പാറമടയ്ക്കുള്ളിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയിരുന്നെങ്കിലും മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ പുലി രക്ഷപ്പെട്ടു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി വണ്ടൻമേട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് സൂര്യകാന്തി പൂക്കാലമാണ്. സ്കൂൾ പരിസരത്ത് കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം കുട്ടികളുടെ നേതൃത്വത്തിലാണ് പൂപ്പാടമാക്കി മാറ്റിയത്. മൂന്നാർ തേക്കടി പാതയിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്കും ഈ കാഴ്ച ആസ്വദിക്കാനാകും. അതൊന്ന് കണ്ടുവരാം. വേനൽ ചൂടിലും മനസ്സിന് കുളിർമ പകർന്ന് വർണ്ണവിസ്മയമൊരുക്കുകയാണ് വണ്ടൻമേട്ടിലെ സൂര്യകാന്തികൾ. സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള സ്ഥലം വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. പരിസരം മനോഹരമാക്കാനായി കുട്ടികളും അധ്യാപകരും ചേർന്ന് കാട് വെട്ടിത്തെളിച്ചു.
തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് സൂര്യകാന്തി വിത്തുകൾ എത്തിച്ച് പാകി പരിപാലിച്ചു. നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ എന്ന ആശയം ഞാൻ കുതിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് സീഡ്സ് പറ്റിച്ചിട്ട് ഞങ്ങളിവിടെ ഇത് പ്ലാന്റ് ചെയ്യുകയും ചെയ്യണം. ഇത് ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി, വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ്. കുട്ടികളെ ഇതിൽ പങ്കാളിയാക്കുക, കൃഷി അവരെ വളർത്തുക, പ്രകൃതി സൗഹൃദമാക്കുക, ഇങ്ങനെയുള്ള പർപ്പസാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന പാതയോട് ചേർന്നുള്ള സൂര്യകാന്തി പാടം സഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട്. സൂര്യകാന്തിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും വണ്ടൻമേട്ടിലെ കുട്ടികൾ സജീവമാണ്. ക്യാബേജും തക്കാളിയും വഴുതനയും പയറുമെല്ലാം കുട്ടികളുടെ സ്വന്തം കൃഷിയിടത്തിൽ യഥേഷ്ടം വളരുന്നു. ന്യൂസ് 18 ഇടുക്കി. ജൈവ പച്ചക്കറി കൃഷിയിൽ ശ്രദ്ധേയനാവുകയാണ് കാസർകോട് പടന്ന കോരംകുളത്തെ പി നവജിത്ത്. ആധുനിക രീതിയിലുള്ള കൃഷിരീതി അവലംബിച്ച് ജൈവ കൃഷിയിൽ മാതൃകയാവുകയാണ് ഈ യുവ കർഷകൻ. വീടിനോട് ചേർന്നുള്ള 30 സെന്റ് സ്ഥലത്താണ് നവജിത്തിന്റെ പച്ചക്കറി കൃഷി. ആവശ്യമായ അളവിലും കൃത്യതയിലും വെള്ളവും വളവും നൽകാൻ കഴിയുന്നതും അധ്വാനം കുറവുള്ളതുമായ പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിലും ചെറിയ തോതിൽ കൃഷി ചെയ്തിരുന്നുവെങ്കിലും ഇത്രയും വിപുലമായ രീതിയിൽ ആദ്യമായാണ് ചെയ്യുന്നത്. ആദ്യ സംരംഭം വിജയം കണ്ട സന്തോഷത്തിലാണ് ഈ 27-കാരൻ. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലാണ് നമ്മൾ ഇത്തവണ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത്. ഒരു വൻ വിജയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും നമ്മൾ ഇത്രയും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. നല്ലൊരു വളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യം. പക്ഷേ ഇത്തരത്തിൽ കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചോദിക്കുന്നുണ്ട്, പച്ചക്കറി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും ആവശ്യക്കാർ നമ്മുടെ ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തേണ്ടതായിട്ടില്ല. ആൾക്കാർക്ക് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പച്ചക്കറി കളക്ട് ചെയ്യുന്നുണ്ട്. ഗണിതത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ നവജിത്തിന് ജ്യേഷ്ഠൻ നവനീതാണ് കൃഷിയിൽ ആവശ്യമായ സഹായം ചെയ്തു വരുന്നത്. കൃഷിക്കുള്ള ആദ്യഘട്ട ചെലവുകൾ വഹിച്ചതും ജലസേചന സൗകര്യം ഒരുക്കി നൽകിയതും ജ്യേഷ്ഠനാണ്. പയർ, വെണ്ട, നരമ്പൻ, കുമ്പളം, വഴുതന എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പ് ആരംഭിച്ചതു മുതൽ ധാരാളം ആവശ്യക്കാരാണ് പച്ചക്കറി അന്വേഷിച്ച് വീട്ടിലെത്തുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സ്വന്തമായി കെട്ടിടമില്ലാത്തതുകൊണ്ട് 3 വർഷത്തോളമായി മദ്രസ കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് മലപ്പുറം കൊണ്ടോട്ടി കാഞ്ഞിരങ്ങൽ GMP സ്കൂൾ. സ്വന്തമായൊരു സ്കൂൾ കെട്ടിടം വാഗ്ദാനം മാത്രമായി നിൽക്കുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയാകുമെന്ന പ്രഖ്യാപനത്തിൽ വിശ്വസിച്ചാണ് പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചത്. കൊല്ലം 3 കഴിഞ്ഞു, പ്രഖ്യാപിച്ചതൊന്നും നടന്നില്ല. കാഞ്ഞിരത്തിങ്ങൽ GMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും മദ്രസ കെട്ടിടത്തിൽ തന്നെ പഠനം തുടരുകയാണ്. 2022 ഓഗസ്റ്റ് 1-നാണ് ഖാസിയാറിക മദ്രസ കെട്ടിടത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റിയത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ 200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ കെട്ടിടം പണിയുന്നതിന് തടസ്സമായി പറയുന്നത് പലവിധ സാങ്കേതിക കുരുക്കുകളാണ്. ഇതിന് പല ഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട നിവേദനങ്ങളും അതുപോലെ തന്നെ പരാതികളും കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിന് കൊടുക്കേണ്ട പരാതികളും നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട MLAക്ക് കൊടുക്കേണ്ട പരാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഹൈടെക് സ്കൂളുകളൊന്നും നമ്മളെ മക്കൾക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വർഷക്കാലത്തേക്ക് ഇവിടുത്തെ മദ്രസ കെട്ടിടത്തിൽ പ്രവർത്തിച്ചാൽ മതി, സ്കൂൾ ഇങ്ങോട്ട് മാറ്റാം, തൽക്കാലം ഒരു വർഷക്കാലം ഇവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഇത് പണി തീർക്കുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷമാണ് സ്കൂൾ കെട്ടിടം പൊളിച്ചത്. സ്കൂൾ കെട്ടിടം പൊളിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഇതുവരെ അതിനുവേണ്ട യാതൊരു നടപടിയും അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്കൂൾ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി സ്കൂൾ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് സംഗമിച്ചു. PWD കെട്ടിട വിഭാഗം ഓഫീസിലെത്തി പ്രവൃത്തി ഇനിയും വൈകരുതെന്ന് രക്ഷാകർതൃ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളിൽ രാഷ്ട്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ശ്രദ്ധേയമായി. കുന്നത്തുകാൽ ശ്രീ ചിത്തിര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് പാർലമെന്റിന്റെ ചെറുരൂപം അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയത്.
നാഷണൽ യൂത്ത് പാർലമെന്റ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളുടെ വേഷത്തിലെത്തിയത്. പാർലമെന്റ് സ്പീക്കർ, പ്രധാനമന്ത്രി, പ്രതിരോധ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, വിവിധ വകുപ്പ് മന്ത്രിമാർ, എംപിമാർ എന്നിവരുടെ വേഷത്തിലായിരുന്നു കുട്ടികളെത്തിയത്. 7ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 65 കുട്ടികളാണ് യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായത്. സ്റ്റേറ്റിലെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിന് ഈ ഗവൺമെൻറ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതും അതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും വ്യക്തമായി കുട്ടികൾ പഠിച്ചിട്ടാണ് ഈ സഭയിൽ എത്തിയിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്കൂളിൻ്റെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യൽ സയൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സിംഗ്ലി ടീച്ചർ, ജിമോ ടീച്ചർ, രക്ഷകർത്താക്കൾക്ക് വളരെ എക്സൈറ്റ്മെൻറ്റാണ് കുട്ടികൾ ഇങ്ങനെ പങ്കെടുക്കുകയും അവർ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കധികം കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തി ഇപ്പോൾ ഒരു പാർലമെൻറ്റേറിയൻ ആകണമെങ്കിൽ എനിക്ക് കഴിയാം എന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികൾക്ക് രൂപീകരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ കാണുന്നതിലെ നേട്ടം. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചും ജനപ്രതിനിധികളുടെ വേഷത്തിലുമെത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ നാടിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ എന്നതുപോലെ അവതരിപ്പിച്ചത് കാണികൾക്കും സഹപാഠികൾക്കും മറ്റൊരനുഭവമാണ് സമ്മാനിച്ചത്. അറിവ് കിട്ടി. ഓരോ സ്റ്റേറ്റിൻ്റെയും ഇഷ്യൂസും പ്രോബ്ലംസും പഠിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടിയിരുന്നു. ഒരു പാർലമെൻറ്റിൻ്റെ മോഡലായതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ അറിയാൻ പറ്റി. ഞാൻ അല്ലാതെ പഠിച്ചിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങനെ പാർലമെൻറ്റ് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മോഡലായിട്ട് ചുരുങ്ങിയ സമയത്ത് ഒരു മോഡലായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റി. ഇന്ന് ബില്ല് പാസ്സാക്കുന്നത് എങ്ങനെ, അല്ലാതെ ചിട്ടോട്ടൊക്കെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ കണ്ട സംഭവം മാത്രങ്ങളാണ് ഇതൊക്കെ, ടി വിയിലോ അല്ല ഫോണിന് വഴി. പക്ഷേ ഈ സംഭവം നമ്മളെ കൂടെ പഠിക്കുന്ന പിള്ളേർ ഒരു മിനിസ്റ്ററിൻ്റെ രൂപത്തിൽ, ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആവട്ടെ, എന്തുമായിട്ട് ഒരു ബില്ല് പാസ്സായപ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ നടക്കുന്നു, എന്തൊക്കെ പ്രോസസ്സ്, അതിൻ്റെ ബാക്കിൽ ആരൊക്കെ എന്തൊക്കെ പറയും. ഒരു കൂട്ടം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, വേറെ കൂട്ടം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ പോലും ആ ഒരു സ്പീക്കർ ആയാലും ഇവിടുത്തെ മെയിൻ ഹെഡ് ആയാലും അവർ അതിൻ്റെ ഒരു മെയിൻ ആൻസർ, ദ കറക്റ്റ് വേ, അതാണ് നമ്മൾ പീപ്പിളിന് വേണ്ടി, നമ്മൾ സിറ്റിസണിന് വേണ്ടി നമ്മളെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നതെന്ന് ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. 1.25 മണിക്കൂറോളം നീണ്ടുനിന്ന യൂത്ത് പാർലമെന്റ് സെഷനിൽ ബിൽ പാസാക്കൽ, ചോദ്യോത്തരവേള, പുതിയ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ തുടങ്ങിയവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് പാർലമെന്റ് നടപടിക്രമങ്ങളെക്കുറിച്ചും പ്രോട്ടോകോളുകളെക്കുറിച്ചും വിവരിച്ചു നൽകി. ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള അവബോധം വളർത്താനും അതോടൊപ്പം ജനാധിപത്യ മര്യാദകൾ പരിശീലിക്കാനും നേതൃപാടവം വളർന്നു വരാനും ഈ തരത്തിലുള്ള പരിശ്രമങ്ങൾ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആ കാര്യത്തിൽ CBSE ബോർഡിനെയും അതോടൊപ്പം ശ്രീചിത്ര തിരുനാൾ വിദ്യാലയത്തെയും അഭിനന്ദിക്കും. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹായത്തോടുകൂടി 4 ദിവസം കൊണ്ടാണ് യൂത്ത് പാർലമെന്റിനായി വിദ്യാർത്ഥികൾ തയ്യാറായത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം ഇന്ന്. കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 3 മണിക്ക് കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് പരിപാടി. കുടിയേറ്റ മേഖലയിലെ കർഷക ജനതയുടെ യാത്രാ ദുരിതത്തിന് വിരാമമാവുകയാണ്. കോതമംഗലത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരം തേടി ജനസംരക്ഷണ യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം 18, 19 തീയതികളിലാണ് പ്രതിഷേധ പരിപാടി നടക്കുക. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും നഗരസഭയിലുമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനസംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. വന്യമൃഗശല്യത്തിന് പരിഹാരം തേടിയും മണ്ഡലത്തിലെ വികസന മുന്നെടുപ്പിനെതിരെയുമാണ് പ്രതിഷേധ പരിപാടി. ഈ മാസം 18-ന് കോട്ടപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 19-ന് അടിവാട് അവസാനിക്കും. കോതമംഗലം, കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരായ ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ് എന്നിവർ ജാഥ നയിക്കും. ജനസംരക്ഷണ യാത്രയിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ജീവിത ഉപാധികളുമൊക്കെ ദൈനംദിനം നഷ്ടപ്പെടുമ്പോഴും നിസ്സംഗമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ഇടതുപക്ഷ MLA, പ്രത്യേകിച്ചും CPM-ൻ്റെ ഒരു MLA ഉള്ള പ്രദേശമാണ് കോതമംഗലം. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ വനാതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന 5 പഞ്ചായത്തുകളിലെ ഏകദേശം 80,000-ഓളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗശല്യം. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ഡീൻ കുര്യാക്കോസ് MP, MLA-മാരായ റോജി M. ജോൺ, മാത്യു കുഴൽനാടൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പങ്കെടുക്കും.
ന്യൂസ് 18 കോതമംഗലം. കൊല്ലം പുനലൂരിൽ അപകടത്തിൽപ്പെട്ട് റേഷനറിയുമായി വന്ന ലോറി മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർ നടുറോട്ടിൽ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. പുനലൂർ തോളിക്കാട് ജംഗ്ഷനിൽ നിന്ന് മണിയാറിലേക്ക് പോകും വഴിയായിരുന്നു ഈ അപകടം നടന്നത്. റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കണ്ണൂർ പയ്യന്നൂർ പുത്തൂർ പുന്നക്കോടൻ കുഞ്ചമ്പു സ്മാരക മന്ദിരം ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹാളിന്റെ ഉദ്ഘാടനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജ് നിർവഹിക്കും. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജീവിത പ്രാരാബ്ധങ്ങളെ മറികടക്കാൻ വഴിയരികിൽ പാനിപൂരി കച്ചവടം നടത്തുകയാണ് സംഗീത വിദ്യാർത്ഥിയായ പ്രണവ് കർമ്മ. പിതാവിന്റെ മരണത്തിനു ശേഷം നിർധന കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രണവ് ക്ലാസ് കഴിഞ്ഞതിനു ശേഷം കച്ചവടത്തിനിറങ്ങും. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ BA 2ാം സെമസ്റ്റർ സംഗീത വിദ്യാർത്ഥി കൂടിയാണ് പ്രണവ് കർമ്മ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവേ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നെ. പാട്ടുപോലെ അത്രയൊന്നും സുന്ദരമല്ല പ്രണവ് കർമ്മയുടെ ജീവിതം. പാനിപൂരിയുടെ ചേരുവകൾ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ മൂലം പഠിച്ചെടുത്തതാണ്. അടിമാലി സ്വദേശിയായ പ്രണവിന്റെ പിതാവ് 5 വർഷം മുൻപ് മരിച്ചു. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഏറെ പ്രിയപ്പെട്ട സംഗീതം പഠിക്കുന്നതിനായി കാലടിയിലേക്ക് പോരുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായ അമ്മയെയും കൂട്ടി. ഇവിടെ വാടക വീട്ടിൽ ജീവിതമാർഗം കൂടി അന്വേഷിക്കേണ്ടി വന്നപ്പോഴാണ് പാനിപൂരി കച്ചവടത്തിലേക്ക് തിരിയുന്നത്. കാലടി ബസ് സ്റ്റാൻഡിന് സമീപം ചെറിയ കടയിൽ രാവിലെ മുതൽ കച്ചവടം തുടങ്ങും. ഇതിന് അമ്മയാണ് മേൽനോട്ടം. അവിടെ അടിമാലിയിൽ ഒരു ചെറിയ സ്ഥാപനം വാടകയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വീണു. എനിക്ക് നട്ടലിന് ചെറിയ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് തുടർന്നത് കൊണ്ടാകാൻ പറ്റാതെയായി. പിന്നെ മോൻ ഇവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോന്നു. വേറെ നിലവിൽ വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഇവൻ BBA സെക്കൻഡ് ഇയർ വരെ പോയി. അത് കഴിഞ്ഞ് ഇവന് പഠിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം പഠനം നിർത്തി. അത് കഴിഞ്ഞ് ഇവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇപ്പോൾ BA മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. ഇല്ല, ഞാനീ പാനിപൂരിയുടെ വർക്ക് മാത്രമേ എനിക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ഭാരപ്പെട്ട പണിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് പ്രണവെത്തുമ്പോൾ ആദ്യം സർവകലാശാലയ്ക്ക് മുന്നിലും പിന്നീട് നെടുമ്പാശ്ശേരിയിലേക്കുമുള്ള വഴിയിലേക്കായി കച്ചവടം നീങ്ങും. പ്രണവിൻ്റെ കഠിനാധ്വാനത്തിനൊപ്പം നിൽക്കാൻ സുഹൃത്തുക്കളുമുണ്ട്. നമുക്ക് പഠനത്തിനോടൊപ്പം തന്നെ ഒരു തൊഴിൽ വേണം, അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇതുപോലൊരു ഇതിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കായിട്ടൊരു അടയാളം വേണമല്ലോ. അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മളിങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാനിപൂരി എന്ന് പറയുന്ന ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഹൈജീൻ്റെ ഒരു ഇഷ്യൂ കാരണം പല ആൾക്കാരും കഴിക്കാൻ മടിക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാനിപൂരി നമ്മൾ മെയിനായിട്ട് എടുക്കാനുള്ള ഒരു കാരണം. പിതാവിൻ്റെ മരണശേഷം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച പ്രണവിന് BBA പഠനം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടിയും വന്നു. ഇപ്പോൾ പഠനത്തിനൊപ്പം ഒരു ജീവിതമാർഗവും ഉണ്ട് എന്ന സന്തോഷമാണ് അമ്മയ്ക്കും മകനും. ന്യൂസ് 18 കൊച്ചി. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടികളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരെ തിരിച്ചറിഞ്ഞാൽ വൻ തുക പിഴ ഈടാക്കും. ഇതിനോടകം 10 ലക്ഷത്തോളം രൂപ പിഴ ഇനത്തിൽ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കിയതായും അടിമാലി പഞ്ചായത്ത് വ്യക്തമാക്കി. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എപ്പോഴും വലിയ തലവേദനയാണ്. പലപ്പോഴും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ അധികൃതർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ എത്തുന്ന അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. റോഡ് വക്കിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയാൽ കടുത്ത പിഴ ഈടാക്കും. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 10 ലക്ഷത്തിലധികം രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു.
മാലിന്യ നിക്ഷേപ നടപടികൾക്ക് കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥാപനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ നടപടി കർശനമാക്കിയതോടെ കഴിഞ്ഞ 1 വർഷക്കാലമായി മാലിന്യ നിക്ഷേപത്തിൽ കാര്യമായ കുറവും വന്നിട്ടുണ്ട്. എന്നാൽ ദേശീയപാതയോരത്തും മറ്റിടങ്ങളിലും CCTV ഇല്ലാത്തതുമൂലം പലപ്പോഴും കുറ്റക്കാരെ കണ്ടെത്താൻ പരിമിതിയുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് രഹസ്യ നിരീക്ഷണവും ശക്തമാക്കി. ന്യൂസ് 18 അടിമാലി. മഹാകുംഭമേളയുടെ ചരിത്രത്തിൽ ഇടം നേടി ഗോത്രകലകൾ. അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലുള്ളവരാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ മാവിലൻ സമുദായത്തിന്റെ മംഗലം കളി, കണ്ണൂർ ജില്ലയിലെ പാനൂർ നരിക്കോട്ടുമലയിലെ കുറിച്യ സമുദായത്തിന്റെ കോൽക്കളി, ഇടുക്കി ജില്ലയിലെ മറയൂരിലെ കുമിട്ടാൻകുഴി ഊരിലെ ഹിൽപുലയ സമുദായത്തിന്റെ മലപ്പുലയാട്ടം എന്നീ ഗോത്രകലകളാണ് കുംഭമേളയിൽ പ്രദർശിപ്പിച്ചത്. മുതൽ പൂർണ്ണമായും വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ നേതൃത്വം വഹിച്ചത്. 2 ദിവസങ്ങളിലായി 150ഓളം ഗോത്രകലകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട്ലൈറ്റ്.